ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൻ്റെ പ്രതിയായ വാസുവിൻ്റെ ജാമ്യം വിജിലൻസ് കോടതി കൊല്ലം പരിഗണിച്ച് ആ ജാമ്യം തള്ളി. അദ്ദേഹത്തിന് ജാമ്യത്തിന് അർഹതയില്ല എന്ന് കോടതി പറഞ്ഞു. അടുത്ത പ്രതി പത്മകുമാറും കൊല്ലം വിജിലൻസ് കോടതിയിലെ ജാമ്യത്തിന് നീങ്ങിയിട്ടുണ്ട്. പത്മകുമാറിനും തീർച്ചയായിട്ടും ജാമ്യം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പത്മകുമാർ ആ ജാമ്യത്തിൻ്റെ വാദഗതി ചില ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ പറഞ്ഞു. താൻ ചെയ്തിരിക്കുന്നതെല്ലാം കൂട്ടുത്തരവാദിത്തത്തോടു കൂടിയാണ്. ദേവസ്വം ബോർഡിൻ്റെ മൊത്തമായ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയുണ്ട്, കൂട്ടുത്തരവാദിത്തമുണ്ട്. നേരത്തെ പ്രസിഡൻറ്റ്, പിന്നീടുള്ള പ്രസിഡൻറ്റ്, ബോർഡ് മെമ്പേഴ്സ്, അവിടുത്തെ ദേവസ്വത്തിലെ അംഗങ്ങൾ, അതുപോലെ തന്നെ കൂട്ടുത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവിടുത്തെ ശാന്തിക്കാർ, ശബരിമലയിലെ അവിടുത്തെ 1-2 ശാന്തിക്കാരുടെ കാര്യം അവരുടെ ഒക്കെ അറിവോടുകൂടിയാണ് ഇതെല്ലാം കൊണ്ടുപോയി എന്നുള്ളതാണ് കൂട്ടുത്തരവാദിത്തത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ അയാളുടെ പത്മകുമാറിൻ്റെ മേലധികാരികളുടെ അറിവുണ്ട് എന്നുള്ളൊരു ധ്വനിയാണ് അവിടെ വരുന്നത്. തീർച്ചയായിട്ടും അന്വേഷണം അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിമാരിലേക്കും പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് പത്മകുമാറിൻ്റെ വാദഗതികൾ. തനിക്ക് താൻ മാത്രം ഇത് ചുമക്കേണ്ട ആവശ്യമില്ല. തൻ്റെ ആ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ മേലധികാരികളുണ്ട്, തൻ്റെ സമശീർഷരുണ്ട്, അതോടൊപ്പം തന്നെ താൻ ഉന്നതരായി കാണുന്ന പലരുമുണ്ട്. അവരെയൊക്കെ ചിലരെയെല്ലാം ദൈവതുല്യരായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷണം ഇവിടെ നിൽക്കില്ല, അന്വേഷണം മുകളിലോട്ടും പോവും. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ സ്റ്റാറ്റസുള്ള പലരിലേക്കും അന്വേഷണം പോവും. മറ്റൊരു കാര്യം, ശബരിമലയിലെ ആ സ്വർണം വിറ്റ് കിട്ടിയ പണം ആരുടെയൊക്കെ കയ്യിൽ പോയിട്ടുണ്ട്, അവർ ആ പണത്തിന് ഉത്തരവാദികളാണ്. അവർ ആ പണം തിരിച്ചു കൊടുക്കേണ്ടി വരും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക്. അത് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ആ ശബരിമലയിലെ നിന്ന് ഊച്ചിയെടുത്ത ആ സ്വർണം ഏതെങ്കിലും ജില്ലാ കമ്മിറ്റിയുടെ പാർട്ടിക്ക് പോയിട്ടുണ്ടോ, സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പോയിട്ടുണ്ടോ, അത് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ പണം കൊടുത്തിട്ടുണ്ടോ എങ്കിൽ, ഇതിൻ്റെ വിഹിതമാണ് എങ്കിൽ ആ പണം തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് തിരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പത്മകുമാർ ആ കാര്യങ്ങളെല്ലാം തൻ്റെ കുറ്റസമ്മത മൊഴിയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പത്മകുമാറിൻ്റെ ജാമ്യ ഹർജി തള്ളും, യാതൊരു സംശയമില്ല. കാരണം 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഇവരെല്ലാവരും ആ ജയിലിൽ കിടന്ന് തന്നെ ട്രയൽ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് ഞാൻ കരുതുന്നത്. അതിലേക്ക് തന്നെയാണ് SIT നീങ്ങുന്നത് എന്നെനിക്ക് തോന്നുന്നു. 90 ദിവസത്തിനകം ഇതിൻ്റെ കുറ്റചാർജ് തയ്യാറായില്ലെങ്കിൽ പ്രാഥമികമായ ഒരു കുറ്റചാർജ് കൊടുക്കാം. അതനുസരിച്ച് അവർക്ക് ജാമ്യം കൊടുക്കാതിരിക്കാം. പ്രമുഖർ പലരും ഇതിനകത്ത് ഇനി അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട് എന്നാണ് കൊല്ലത്തെ പത്മകുമാറിൻ്റെ വാദത്തിനിടയിൽ പത്മകുമാറിൻ്റെ വക്കീൽ കോടതിയെ ബോധ്യപ്പെടുത്തിയത്. തൻ്റെ കക്ഷി മാത്രമല്ല ഇതിൻ്റെ ഉത്തരവാദികൾ, പലരും ഇതിൻ്റെ അത് ഉത്തരവാദികളുണ്ട്. അതുകൊണ്ട് നീതി നടപ്പാക്കുമ്പം അവരിലേക്ക് അന്വേഷണം നീങ്ങേണ്ടി വരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് പത്മകുമാറിന് ശേഷം പ്രസിഡൻ്റായവരുടെ റോള് തീർച്ചയായിട്ടും ഉണ്ട്, അതിനു മുമ്പുള്ളവരെ ഉണ്ട്. അതേസമയത്ത് പത്മകുമാറിൻ്റെ കാലഘട്ടത്തിലെ ദേവസ്വം മന്ത്രി ആരായിരുന്നോ അവരിലേക്കൊക്കെ അന്വേഷണം നീങ്ങണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ വിവരം ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിലേക്ക് അടച്ചിട്ട മുറിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ കോടതിയിൽ നിന്ന് ഒരു ഡയറക്ഷൻ കൃത്യമായിട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും. അത് എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും. കോടതിയുടെ ഡയറക്ഷനും പിന്തുണയുണ്ട്. അതിനകത്ത് എത്ര ഉന്നതരായാലും ശരി, അതിനകത്ത് കൈയിട്ട് വാരിയവരും അതിൻ്റെ ഷെയർ കൈപ്പറ്റിയവരും തീർച്ചയായിട്ടും പ്രതിയാക്കേണ്ടി വരും എന്ന് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ മുഖേന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് രാഷ്ട്രീയപരമായി അവരുടെ മേൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ല. കാരണം അത് ഭരിക്കുന്ന ഗവൺമെൻറ്റല്ല അന്വേഷണത്തിൻ്റെ പരിധി നിശ്ചയിക്കുന്നത്, അന്വേഷണത്തിലെ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചത് അത് ഹൈക്കോടതി കൃത്യമായി തിരഞ്ഞെടുത്ത ഓഫീസേഴ്സാണ്. അവരെ അറിയപ്പെടുന്ന നല്ല കറകളഞ്ഞ, കൈക്കൂലി വാങ്ങാത്ത, അഴിമതിരഹിതമായ പ്രവൃത്തി ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഇതിനകത്ത് ഹൈക്കോടതി അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ
സർക്കാരിൻ്റെ ഒരു നിയന്ത്രണവും അതിലില്ല. അതും ഇടതുപക്ഷ ഗവൺമെൻറ് മനസ്സിലായിട്ടുണ്ട്. അവരത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന് ഇടതുപക്ഷം പറയുന്നുണ്ട്. ആരായാലും ശരി, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് CPM-ൻ്റെ ഉന്നതരായ ഓഫീസ് ബെയറേഴ്സൊക്കെ പറയുന്നത്. അത് നല്ല കാര്യം തന്നെ. എങ്കിലും ഹൈക്കോടതിക്ക് ഇപ്പം ഇതിൻ്റെ കൃത്യമായ ആൾക്കാരെ പറ്റിയ ഒരു ഐഡിയ ഹൈക്കോടതിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ലഭിച്ചവരെ മുഴുവൻ ഈ കേസിൻ്റെ പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തേണ്ടി വരും SIT ടീമിന്. ആ രീതിയിലേക്ക് അന്വേഷണം മുന്നോട്ട് പോകും എന്നാണ് ഞാൻ കരുതുന്നത്.